ട്രെയിൻ പോകുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് സാധാരണഗതിയിൽ വീട്ടിൽ നിന്ന് ഗേറ്റട കിട്ടി ഗേറ്റിന് ചുവട്ടിൽ സമയം ചെലവഴിക്കുന്നതിലും ഭേദം വീട്ടിലിരിക്കുന്നു. റോഡിന് എതിർവശത്ത് നിന്ന് വാഹനങ്ങളൊന്നും വരാതിരുന്നപ്പോഴേ ഗേറ്റട ഞാൻ പ്രതീക്ഷിക്കണം. വീഡിയോയിൽ കാണാൻ കഴിയില്ല എങ്കിലും എനിക്ക് ഇവിടെ നിന്നേ ചുവന്ന ലൈറ്റ് കത്തിക്കിടക്കുന്നത് കാണാം. പാവം ചേച്ചി ഒരു ലിഫ്റ്റ് പ്രതീക്ഷിച്ച് നോക്കിയതാണെന്ന് തോന്നുന്നു. 100 മീറ്റർ അപ്പുറമുള്ള ഗേറ്റട ചേച്ചി കണ്ടില്ല എന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഒരു ഓട്ടോറിക്ഷ പ്രതീക്ഷിച്ചതാവാനും മതി. ആ കാണുന്ന സ്കൂൾ ബസ്സുകാരന് ഗേറ്റട കിട്ടിയില്ല. പുള്ളിക്ക് വലത്തേക്ക് തിരിയാനുള്ളതായി. ഇനിയിപ്പോ ഗേറ്റടയിൽ കിടക്കുക തന്നെ. നാളെ മുതൽ ട്രെയിനിന്റെ ശബ്ദം കേട്ടതിന് ശേഷം മാത്രമേ വീട്ടിൽ നിന്ന് ഇറങ്ങൂ എന്ന് മനസ്സിലുറപ്പിച്ചു. ഇപ്പോൾ അടച്ചതേ ഉള്ളൂ, അധികം വണ്ടികളൊന്നുമില്ല. സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഗേറ്റട പേടിച്ച് ചില ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം പോലും കഴിക്കാതെ ഇറങ്ങും. ഗേറ്റട കണ്ട് തിരിച്ച് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും. വരാനുള്ള ഗേറ്റട വഴി തങ്ങില്ല എന്നാണല്ലോ. 2 ട്രെയിൻ പോകേണ്ടി വന്നു. എന്തായാലും ഡ്യൂട്ടി സ്ഥലത്തെത്തി. ഇന്നലെ പോയ ഏരിയയുടെ തൊട്ടടുത്താണ്. കുറേയൊക്കെ ഹരിതാപയും പച്ചപ്പുമുണ്ട്. രാവിലെ ധാരാളം ആളുകൾ ഈ വഴിക്ക് നടക്കാൻ വരാറുണ്ട്. ഞാൻ വരാൻ വൈകിയതുകൊണ്ടാവണം ഇന്ന് ആരെയും കാണുന്നില്ല. ഈ ഭാഗത്ത് റോഡ് അല്പം മോശമാണ്, ഉടനെ നന്നാക്കുമെന്ന് കരുതുന്നു. ഈ കാണുന്ന വില്ല പ്രൊജക്ട് റീഡിംഗ് എടുത്താണ് ആദ്യം തുടങ്ങുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് കുറേ വീടുകൾ ഇരിക്കുന്നത് ഒരു സന്തോഷമാണ്. ഞങ്ങളുടെ ജോലി അത്രയും എളുപ്പമാണ്. ഇന്നത്തെ ഡ്യൂട്ടിക്കിടയിലുള്ള കാഴ്ചകൾ കോമഡിയാണ്. ഒരു എലിക്കണിയിൽ ഒരു പൂച്ചസാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പൂച്ചസാറിനൊരു വീടായി. ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ്. എന്തായാലും അന്നദാനം ഇന്നല്ല കേട്ടോ. സ്കൂട്ടർ അമ്പലത്തിന് മുന്നിൽ വെച്ച് ഈ ഭാഗത്ത് റീഡിങ് ചേർത്ത് തിരിച്ചെത്തിയപ്പോൾ ഉച്ചയായി. ഇവിടെ മറ്റൊരു അമ്പലം കൂടിയുണ്ട്, പാടത്തുകാവ്. ഇനി തീർക്കാനുള്ളത് ഈ തൊണ്ടിനപ്പുറമുള്ള വീടുകളാണ്. മുൻപ് ഈ തൊണ്ടിന് ഇത്ര വീതിയില്ലായിരുന്നു. വീതിയുള്ള മറ്റൊരു വഴിയിലേക്ക് ഈ തൊണ്ട് വഴി എത്തിച്ചേരും. ആ കാണുന്ന വീടിന് മുൻവശം ഒരു റോഡാണ്. ഈ കാണുന്ന വഴിയിലും വീടുകളുണ്ട്. ചെറിയ വഴിയാണെങ്കിലും ഇതിലെ ധാരാളം ബൈക്കുകൾ വരാറുള്ളതാണ്. ഈ വളവിനപ്പുറം വഴിയുടെ വീതി കുറയുകയാണ്. സ്കൂട്ടർ ഒതുക്കി വയ്ക്കുവാനുള്ള ഇടമുണ്ട്. ഇവിടെ വെച്ചതിന് ശേഷം വേണം ഈ കാണുന്ന വീടുകൾ റീഡിംഗ് എടുക്കുവാൻ. റോഡരികിലുള്ള ഇത്തരത്തിലുള്ള പുല്ല് കണ്ട പുല്ലിനെ വലിച്ചു പിഴിഞ്ഞ് പുഴുവുണ്ടാക്കിയിരുന്ന ബാല്യകാല ഓർമ്മകൾ അയവിറക്കി. അമിതമായ നൊസ്റ്റാൾജിയ ജോലിയെ ബാധിക്കുമെന്നും ബാല്യത്തിലേതുപോലെ പണിയില്ലാതെ ഇരിക്കേണ്ടി വരുമെന്നും ഉള്ളതിനാൽ കൂടുതൽ ഓർമ്മകൾ അയവിറക്കാതെ ബാക്കി പണി തീർക്കുവാൻ തീരുമാനിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്.